അപ്പോൾ ഗൈസ് ഇന്ന് കോളേജിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി വിചാരിച്ചു. കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6:30. എന്താണ് പൊങ്കലായിട്ട് കോളേജിലേക്കൊക്കെ പോകണം? നീ എന്തരാ നീയൊക്കെ പോയ രാവിലെ പോയാ? ഓമ്പോ കുറേയൊക്കെ ഇട്ടിരിക്കണു. നാളെയാണ്. ഇതാണ് നമ്മുടെ ബസ്. അധ്യയനം ഇവിടെ അവസാനിക്കുന്നു. പിന്നെ ഒരു പാട്ടും കൂടി പാട്. ആണ് നമ്മുടെ ചക്രപാണി, അഭിഷേക് ചക്രപാണി അല്ലേ? എന്താണ് കോളേജ് ലൈഫ് കഴിഞ്ഞ എന്താ പറയാനുള്ളത്? വളരെ ദോഷമല്ല, വൈകാരികമായ നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇനിയും ഇവിടെയുള്ള എല്ലാവർക്കും, ബസ്സിലുള്ള എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മൾ കോളേജ് വിട്ട് പോകുമ്പോഴേക്കും കോളേജിലെ ഗേറ്റൊക്കെ പൊളിച്ചതാ. കോളേജ് പൊളിഞ്ഞു. ബോംബ് പോണു. ഇസ്രായേലിലെ ബോംബ് പോണു. ഇസ്രായേലിന്റെ ബോംബ് ഇവിടെ പോണു. അതാണ് സീനായത്. പറഞ്ഞോ തോയത് പറ. സുജന്ത വോളിബോൾ കളിക്കാൻ പോണോ? തോക്കോ? പൊളിക്കോ? കപ്പടിക്കോ? പിന്നെ ലാസ്റ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഇല്ല എന്നുള്ളതാണ് എനിക്ക് എല്ലാം പറയാനുള്ളത്. പറയുമ്പോൾ ഇന്ത്യൻ പാകിസ്ഥാൻ ഒന്നാക്കി. ഇന്ത്യൻ പാകിസ്ഥാൻ ഒന്നാണെങ്കിൽ മറ്റേ കൂടി നമ്മൾ രണ്ടാക്കണം. 2 അല്ല 3 ആക്കണം. നീ പറ എങ്ങനെയുണ്ടായിരുന്നു കോളേജ് ലൈഫൊക്കെ? 3 വർഷം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളെയോ? നാലുപേരും മിസ് ചെയ്യും. പിന്നെ ഇല്ല, മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? ഇതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനി. കഴിഞ്ഞു, ഇനിയൊന്നും ഇല്ല. എന്നതോടെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു 3 വർഷം കോളേജ് ലൈഫ്? 3 വർഷം കോളേജ് ലൈഫ് എങ്ങനെയുണ്ട്? അടിപൊളി. മസ്റ്റ് ട്രൈ ആണ്. കരയാനുണ്ട്. മസ്റ്റ് ട്രൈ. അതിനെ മുകളിൽ കൊടുക്ക വീഡിയോ. നീ കരയണത് അല്ലാതെ പറ. ഇതാണ് നമ്മുടെ പ്രൊഫഷണൽ ക്യാമറമാൻ. എല്ലാം റെക്കോർഡ് ചെയ്ത് ഏറ്റവും എടുത്തനാണ്. എങ്ങനെയുണ്ടായിരുന്നു പറ. നമ്മളുണ്ട്. ശരി പറ, എങ്ങനെയുണ്ടായിരുന്നു 3 വർഷം? അടിപൊളി. എന്താണ് 2 വാക്കിൽ ഒതുക്കാൻ പറ്റാത്തതാണ് നമ്മുടെ കോളേജിലെ. പറയാനിപ്പോ പറഞ്ഞങ്ങനെ കഴിയൂല. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ കോളേജ് ലൈഫ്? ഒന്നും പറയാനില്ല. 3 വർഷം എങ്ങനെയുണ്ടായിരുന്നു? 3 വർഷത്തിലെ ഫസ്റ്റ് വർഷം കുഴപ്പമില്ല, സെക്കൻഡ് വർഷം കുഴപ്പമില്ല, തേർഡ് വർഷം കുറച്ച് പ്രശ്നത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയത്. ഇന്നത്തെ ഫെയർവെല്ല്
കാരണം നീ പറഞ്ഞതിലൊക്കെ മനസ്സലിഞ്ഞിരിക്കണമെന്ന് നമുക്കറിയാം, അറിയില്ലല്ലോ. രസമുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കോളേജ് ലൈഫ് തീരെ സങ്കടമുണ്ട്. നിനക്ക് തോന്നുന്നില്ല അങ്ങനെയാടാ അതില്ല. ലാസ്റ്റായിട്ട് അങ്ങനെ നമ്മുടെ അകല് ക്ലാസ്സിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പോകണം. നമ്മുടെ പ്രൊഫഷണൽ ഡാൻസർ കളിച്ചോ കളിച്ചോ എല്ലാവരും കളിച്ചോ. അലിഞ്ചോസ് കളിക്ക് സാലിം കളിക്കാം അലിഞ്ചോസിന്റെ. എങ്ങനെയുണ്ടായിരുന്നു 3 വർഷം കോളേജ് ലൈഫ്? നല്ലായിരുന്നു. ഉണ്ടായിരുന്നു. കൂടുതൽ എന്തായിരുന്നു? ഐവിയോടെല്ലാം സാധാരണ എല്ലാവരും ഐവിയോടെയാണ് സെറ്റ് ആവുക. തീർന്നു. വേറെ കുഴപ്പമില്ല. കൊച്ചു ലൈഫ് സെറ്റായിരുന്നു. പറ, നിങ്ങൾ പറ, 3 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? മൂന്ന് വർഷം പോയി എന്താ പറയണേ? മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അടിപൊളിയായിരുന്നില്ല. പിന്നെ കോളേജ് ലൈഫ് പോയെന്നാ പറയണേ. അങ്ങനെയായിരുന്നു. അങ്ങനെ ക്ലാസ് ഞങ്ങളുടെ ക്ലാസ്സിന്റെ അവസ്ഥ. നമുക്ക് സെറ്റായിരുന്നു അല്ലേ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലേ? ഓക്കെ ആയിരുന്നു. അതെ അത് ശരിയാണ്. അതങ്ങനെ ഉണ്ടാവും. അത്രയാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും പറയണ്ട. എന്തെങ്കിലും പറയണ്ട. ലാസ്റ്റ് ആയപ്പോ തോന്നി. കഴിഞ്ഞു. അതെ, അത്രയാണ്. മനസ്സിലായി. അത് നമ്മുടെ ലാലേട്ടൻ. എങ്ങനെയുണ്ടായിരുന്നു കോളേജെല്ലാം? അടിപൊളിയായിരുന്നു. പിന്നെ ടീച്ചർമാരെ പറ്റിയൊക്കെ പറ. എല്ലാം നമ്മുടെ ടീച്ചേഴ്സാണ്. സെറ്റാണ്. പിള്ളേരൊക്കെയാ? എല്ലാം കൂടെ അടിപൊളി. സെറ്റ്. എല്ലാം സെറ്റ്. 3 കൊല്ലം പോയത് അറിയില്ല അല്ലേ? ചക്കരൊക്കെ നമ്മുടെ പണ്ട് പഠിച്ചാണ്. +1 +2 അല്ലേ? ഒരുമിച്ച് പഠിച്ചത്. നമ്മളിപ്പോ 3rd ഇയറും കഴിഞ്ഞു. അതെ. അസീം പറ, എങ്ങനെയുണ്ട് കോളേജ് ലൈഫൊക്കെ? പണ്ടായിരുന്ന 3 വർഷം എങ്ങനെയുണ്ടായിരുന്നു? 3 വർഷം മൂഞ്ചി. ഞാൻ പറ, ഒന്നും പറയാനില്ലേ? മൂഞ്ചി. കോളേജ് ലൈഫ് എങ്ങനെയുണ്ട്? മൂഞ്ചി എന്നാ പറയണേ. നീ പറയണം. കോളേജ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പറ, എല്ലാം പറ. ഓപ്പണേ പറ. നിങ്ങൾ എല്ലാം അടിപൊളിയായി നിർത്തണേ. 3 വർഷം ഹാപ്പിയാണ്. 3 വർഷം സെറ്റ്. ഐവിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചേഴ്സോ പിള്ളേരോ? ചങ്ക്. ഇതാണ് അവൻ്റെ ചങ്ക് എന്നാ പറയണേ. അത്രേ ഉള്ളൂ. പറ്റി അഭിപ്രായം എങ്ങനെയുണ്ട്? നല്ല പിള്ളേരാണ്. ഒരു കുഴപ്പമില്ല. സെറ്റ് എന്താ പറയണേ? ഓക്കെ, നിങ്ങൾ പറ, രണ്ടുപേരും പറ. എങ്ങനെയുണ്ടായിരുന്നു 3 വർഷം കോളേജ് ലൈഫ്? അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു. അത്രേ പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ലേ? നീ പറ. സൂപ്പറായിരുന്നു. അഖിലേ പറ. അടിപൊളിയായിരുന്നു. സെറ്റായിരുന്നു. വൈബാണ്. അങ്ങനെ എടുക്കട്ടെ. പറഞ്ഞോ. എങ്ങനെയുണ്ട് റിവ്യൂ? 3 വർഷം കോളേജ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? എന്താ പറ. മഞ്ജു പറ. കോളേജ് ലൈഫ് കലക്കി. 3 കൊല്ലം നമ്മൾ അടിച്ചു പൊളിച്ചു.
അടിച്ചു പൊളിച്ചു, അടിക്കുകയും ചെയ്തു, പൊളിക്കുകയും ചെയ്തു, എല്ലാം ചെയ്തു, എല്ലാം നടന്നു. ഇനി വന്ന് പിരിയുമ്പോ എന്റെ അഭ്യസിലേക്ക് വിട്ടു പോകണമെന്ന് ആലോചിക്കും. അവിടെ എന്താ കാട്ടുണ്ട് നോക്കട്ടെ. കണ്ണർസ് എടുക്കാൻ പോണ്. അതില് ആരും എടുക്കാൻ അവൻ കൊണ്ടണ്ട ഇതാ അത് അവൻ ട്രാൻസ്ഫർമേഷൻ എടുക്കാം. പോക്കി അത് പിങ്ക് ഇട്ട് വന്നിട്ടുണ്ട് കറക്റ്റ്. കഴിച്ചോ പെണ്ണുങ്ങളുടെ സ്നേഹം. വിമലവിടെ വ്ളോഗ് എടുത്തില്ലല്ലോ. ലഞ്ച് ടൈമായി, എല്ലാരും കഴിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഗേൾസ് നമുക്ക് സീക്രട്ട് ആയിട്ട് പപ്സ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ട. പപ്സ് അടുത്ത എന്ത് കറി? വാ അതെന്താ അടച്ചു വെക്കണേ? അവളുടെ ഫേവറേറ്റ് ആണ്. സിദ്ധി കഴിക്കാൻ നോക്കട്ടെ. ഇങ്ങനെയാണ് സിദ്ധിയെ ഫുഡ് കഴിക്കുക. മാങ്ങ കള്ള തള്ളടാ. ഞാൻ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ക്ലാസ് ഒക്കെ? ഞങ്ങളുടെ ബാച്ചിൽ എങ്ങനെയായിരുന്നു? സൂപ്പറാണ്. നല്ല ക്ലാസ്സാണ്. അത്ര പറയാനുള്ളൂ. പിള്ളേരൊക്കെ ഇതാക്കാൻ തുടങ്ങി. ഷർട്ട് കൊണ്ടുപോയി ചെക്കൻ്റെ. ഇവര് ഇനി പോസിട്ട് അത് കേട്ടോ വിമല് ലിപ്സ്റ്റിക് ഇട്ട് നടക്കുക. നേരെ വെക്കണം. അത്രേ ഉള്ളൂ. അവളുടെ മേതി വെള്ളമൊക്കെ ആകാക്ക്. ഗുണ്ടമണി രാഹുലേ. തിമ്മൂന്റെ ഒരു കാര്യങ്ങളതാ. എന്തായാലും മഞ്ജു തിമ്മൂന് ഒരു കാര്യങ്ങൾ എന്തൊക്കെയോ കാട്ടുണ്ട്. പറ 3 വർഷത്തെ റിവ്യൂ പറ. എങ്ങനെയുണ്ട് കോളേജ് ലൈഫ് ഒക്കെ? വേസ്റ്റ് ബട്ട് ബ്യൂട്ടിഫുൾ. അത്ര പറയാനുള്ളൂ. എന്താ പറയാനുള്ളത് വെച്ചാ തമ്മിൽ ഈഗോ കൊണ്ട് സംസാരിച്ച് തീർക്കുക. ഈഗോ വേണ്ട മെയിനായിട്ട്. പിന്നെന്താ പറഞ്ഞാ
എൻജോയ് ചെയ്യുക. പിള്ളേരുടെ വേണ്ടാത്ത വള്ളിക്കൊന്നും പോവാണ്ടിരിക്കുക. എൻജോയ് ചെയ്യുക, പഠിക്കുക, പോവുക. എല്ലാവരും തലയിൽ കയറ്റി വെക്കുക വേണ്ട. വേണ്ടപ്പെട്ടവരെ മാത്രം സ്നേഹിക്കുക. എല്ലാവരും സ്നേഹിക്കണം. അത്രേ ഉള്ളൂ. ഇതാണ് ആശന്റെ റിവ്യൂ. മഹേഷ് എങ്ങനെയുണ്ടായിരുന്നു കോളേജ്? ഒന്നും പറയാനല്ലേ? ഷെക്കീൽ എങ്ങനെയുണ്ടാ കോളേജ് ലൈഫ്? ഷെക്കീല് നമ്മുടെ ഷെക്കീല് പറഞ്ഞ ഏജൊക്കെ ഇവിടേക്ക് വന്നാണ്. പറ എങ്ങനെയുണ്ട്? സൂപ്പർ എന്നാ പറയണേ. പറ 3 വർഷം കോളേജ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? എൻജോയ് ചെയ്തു. സെറ്റ് ആയിരുന്നല്ലോ. അടിച്ചു പൊളിച്ചു. അത്രേ ഉള്ളൂ. സെറ്റ്. പറയാ ആ മഞ്ജുന് വിളിക്കണേ. ഞാൻ മഞ്ജു, നിനക്ക് എന്താ പറയണ്ടിരുന്നല്ലേ? വാടാ, കുഴപ്പമില്ല, പറഞ്ഞോ. കണ്ണാറ് പോകാൻ കണ്ട എക്സ്പ്രഷൻ കണ്ട. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പഠിച്ചത്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. പിന്നെ തേർഡ് ഇയർ പകുതി ആയപ്പോൾ ഐവിക്ക് പോയി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായി. എൻ്റെ ഒന്നും എന്തെങ്കിലും എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഫസ്റ്റ് ഇയർ അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ആയിരുന്നു. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പകുതി വരെ നല്ല അടിപൊളി. ഐവിക്ക് ശേഷം ക്ലാസ് ഫുള്ള് ക്ലാസ്. കുറെയൊക്കെ ഈഗോ പ്രശ്നമാണ്. ഈഗോ പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞാൽ എല്ലാവരും ഏകദേശം ഒപ്പമാണ്. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉണ്ട്. ഗേൾസിനായാലും ഗേൾസ് ബോയ്സ് ആണെങ്കിലും സംസാരിച്ചാൽ ഓക്കെ ആവും. പക്ഷെ ബോയ്സ് ആണെങ്കിൽ അങ്ങനെ ഈഗോ പ്രശ്നമൊന്നുമില്ല. ബോയ്സ് അടിപൊളി. വേറെ ക്ലാസ് 2 ഗാങ് 3 ഗാങ് അതെനിക്ക് പറയാനുണ്ട്. ഇവിടെ ഉണ്ട്. പക്ഷെ എന്നാലും എന്താ പറയാ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ക്ലാസ്സിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുണ്ട്. ഐവിക്ക് പോയപ്പോ ജിസുവിന് വയ്യാണ്ടായപ്പോ അവനാണ് ജിസുവിന്റെ ബാഗ് അർജു ഒന്നുകൂടെ എല്ലാവരുമായിട്ട് ഒന്ന് മിങ്കിളാവണം. അവൻ ഗേൾസിന്റെ അടുത്തൊന്നും മിങ്കിളാവില്ല. മാം അതില്ലേ, ഈ ക്ലാസ്സിൽ 3 ടീമാണ് ഗേൾസ്, 2-3 ടീമൊക്കെയാണ്. അതൊക്കെ ഒന്ന് മാറ്റി അടിപൊളിയാണ്. പക്ഷെ ബോയ്സ് സൂപ്പറാണ്. പിന്നീട് അങ്ങോട്ട് ഭൂകമ്പമായി. പിന്നീട് അങ്ങോട്ട് കുഴപ്പമില്ലാണ്ടായി. ഇവരൊക്കെ ആയി, സെറ്റായി. ഒരു ലാസ്റ്റ് 2 വീക്സ് ഒക്കെ ആയപ്പോ നല്ലപോലെ ക്ലാഷ് ആയി എല്ലാവരും, ഗേൾസും എല്ലാവരും ആയിട്ട്. പിന്നെന്താ അങ്ങനെ ആയിപ്പോയി. അടിപൊളിയായിട്ട് പോകും. കുഴപ്പമില്ല. പലവരും പല കാര്യങ്ങളായിട്ട് പോവും. പിന്നെ ഇതൊക്കെ ഒരു മെമ്മറീസ് ആയിട്ട് നമ്മുടെ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ സമയത്ത് ആലോചിക്കും, നമ്മൾ ചിരിക്കും. ഇത്രേ ഉള്ളൂ.
വാട്ടർ എല്ലാത്തിനും ബഹളം കഴിഞ്ഞത് അടിച്ചു വരണം നമ്മുടെ കട്ട. കഴിഞ്ഞു ക്ലാസ്, ഞങ്ങളുടെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. മാമാ അതെ, എല്ലാ സ്റ്റേറ്റ്സ് മാർക്കും നന്നായി, എല്ലാം നന്നായി. അപ്പോൾ നമ്മുടെ ടീം സ്റ്റേറ്റ് പാർക്കിന്റെ പേര് മാറ്റി എല്ലാവരും ഒന്നിച്ചു. എല്ലാം നന്നായി. നാളെ അറിയാം. ഒരു നിമിഷമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരേ കാര്യം കെട്ടിപ്പിടിക്കുക, സത്താറൊക്കെ മതി, അതൊക്കെ ഒരു കൊടുത്തോളൂ. മുക്കുറ വെച്ച് കാര്യങ്ങൾ മറ്റേ പാട്ട് സി യു അഗൈൻ പാട്ടിട്. പോടി വന്ന് ഇറങ്ങി പോടി. ബൈ 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 ഗൈസ്. എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റ്. ബൈ മാം. ഗൈസ് നമ്മുടെ കോളേജിൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മളെ പോവാണ്. അതെ, സങ്കടം. അതെ, ഇഫ്താറാണ്. യെസ്. അപ്പൊ അങ്ങനെ കോളേജ് ലൈഫ് എല്ലാം കഴിഞ്ഞിരിക്കണം. ബൈ. കുറെ ചെയ്തിട്ടുണ്ടല്ലോ. ജയിക്കാൻ ജയിക്കണം. അയ്യോ, കളിച്ച് ജയിക്കും പറയണ്ട. നമ്മുടെ പേരുണ്ട് എന്നെ എന്തെങ്കിലും ഇരിക്കണേ. അവളെ കഴിഞ്ഞില്ലേ? ഇതാണ് കേസ് നമ്മുടെ സ്ഥിരം പരിപാടി. കോളേജൊക്കെ കഴിഞ്ഞാൽ പിള്ളേർ അവിടെ ഉണ്ടാവും. രാജു മന്തി കഴിച്ചതുകൊണ്ട് ഒന്നും കഴിക്കണില്ല, അല്ലെങ്കിൽ മാടി മൊത്തം തീർത്തിട്ടുണ്ടാവും. ഓക്കെ, സംസാരിക്കും നോക്കട്ടെ. അങ്ങനെ സംസാരിക്കുക. അങ്ങനെ തന്നെ. എന്താ മഞ്ജു കയ്യില്? പുളിയില് മുട്ടായി, അല്ല പുളിയില് പഞ്ചസാര. നീ കഴിച്ചിട്ടില്ല? എത്ര എടുത്ത്? 4-1 5 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിപ്രഷൻ ചന്ദ്രൻ 5 വാങ്ങിട്ടോ. ഒന്നാണ്ട് അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു. ഡിപ്രഷനാ എന്താണ്ടാ ചിരിക്കണ കുറച്ച്? അത്ര ചിരിക്കണ ദേവി? എന്താണ് കോളേജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3 വർഷം. എന്താണ് ബാക്കി 42 പേര് കാണാൻ പറ്റി.